മഞ്ഞപ്പിത്തം മുതലായിട്ടുള്ള രോഗങ്ങളിലാണെങ്കിൽ ഈ നെല്ലിക്ക തന്നെ ഉണക്കിപ്പൊടിച്ച പൊടി പാലിൽ ചേർത്ത് നൽകാവുന്നതാണ്. സാധാരണമായിട്ട് നമ്മൾ കാണപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് വായ്പുണ്ണുണ്ടാവുക. കൊച്ചു കൊച്ചു കുരുക്കൾ പോലെ ഉണ്ടായിട്ട് ഭക്ഷണം കഴിക്കുന്നതിനും സംസാരിക്കുന്നതിനുമെല്ലാം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന അവസ്ഥയിൽ ഈ പച്ചനെല്ലിക്കയുടെ നീര് കരിഞ്ജീരകം പൊടിച്ചതും തൈരും ചേർത്ത് യോജിപ്പിച്ച് വായ്ക്കകത്ത് ലേപനത്തിനും അതുപോലെ അത് വെള്ളത്തിൽ കലക്കി വായിൽ കവിൾ കൊണ്ട് പിടിക്കുന്നതിന് കപളഗ്രഹത്തിനായിട്ടും ഒക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. വാദവും കഫവും അതിൻ്റെ നടുക്ക് പിത്തം. ഈ പിത്തം എന്ന് പറയുന്നത് ഊർജപ്രധാനം, തേജപ്രധാനം, എല്ലാ ദിക്കിലും ഇത് വ്യാപരിക്കുന്നതുകൊണ്ട് ഇത് സംബന്ധമായിട്ട് രോഗങ്ങളെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വളരെയധികം വിഷമമുണ്ട്. അതുകൊണ്ട് ഒറ്റ വഴിയേ ഉള്ളൂ, നമ്മൾ ഋതുചര്യ അല്ലെങ്കിൽ ദിനചര്യ കൊണ്ട് ജഠരാഗ്നിയെ ദ്രോഹിക്കാത്ത രീതിയിൽ, ജഠരാഗ്നിയെ വിഷമിപ്പിക്കാത്ത രീതിയിലുള്ള അന്നപാനങ്ങളെ കൊണ്ട് പിത്തജന്യങ്ങളായിട്ട് രോഗങ്ങൾ വരാതെ സൂക്ഷിക്കാം. അതുകൊണ്ട് നമ്മുടെ ആയുസ്സിനെയും സംരക്ഷിക്കാം.